എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ലോറി ഉണ്ടാക്കി നമ്മളിന്ന് പിള്ളേർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത്രയും ടൂൾസാണ് കേട്ടോ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ടൂൾസൊക്കെ നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലെ പഴയ തടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ ഷാസിയാണ്. അപ്പോൾ ഷാസിക്ക് വേണ്ടി നമ്മൾ തടി മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെവിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിയറിംഗ് മെക്കാനിസം കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലെ വീല് തിരിക്കാവുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിയറിംഗ് മെക്കാനിസം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോറിയുടെ ഡ്രൈവർ ക്യാബിനാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പലകയും പിന്നെ നമ്മൾ കുറച്ച് PVC യൂസ് ചെയ്യുന്നുണ്ട്. PVC ചൂടാക്കി സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കി പാർട്ടെല്ലാം അതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ ക്യാബിൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പാർട്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഇതാണ് കേട്ടോ ഒരു റിസൾട്ട് വരുന്നത്. പിന്നെ നമ്മൾ അക്രിലിക് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വിൻഷീൽഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ടയറാണ്. അപ്പോൾ ടയർ ഉണ്ടാക്കാൻ വേണ്ടി പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പഴയ ചെരുപ്പൊക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ നമ്മൾ പുതിയ ചെരുപ്പാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ടയറെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ടയറിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഡ്രില്ലിൽ ഫിറ്റ് ചെയ്ത് അതിനെ സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോറിയുടെ ബാക്കിൽ വരുന്ന ബോക്സും PVCയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ യെല്ലോയും ബ്ലാക്കും ഒരു ഗ്രേ കളറുമാണ് കേട്ടോ നമ്മുടെ ലോറിക്ക് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അസംബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഫൈനൽ ഒരു റിസൾട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മുടെ ലോറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ.